കേന്ദ്ര ബജറ്റിനെ സ്വാഗതം ചെയ്ത് ആലപ്പുഴയിലെ കർഷകർക്കായുള്ള വായ്പാ പരിധി ഉയർത്തിയത് ചെറുകിട കർഷകർക്ക് ഏറെ ഗുണം ചെയ്യും. എന്നാൽ വായ്പ നൽകുന്നത് സംബന്ധിച്ച് RBI നയങ്ങൾ കുറച്ചുകൂടി ലഘൂകരിക്കണമെന്നും കർഷകർ പറയുന്നു. നല്ല ബഡ്ജറ്റായിട്ട് കാണുന്നതിനെ പറ്റി നിർമ്മലാ സീതാരാമൻ്റെ ഏറ്റവും നല്ല ബഡ്ജറ്റായിട്ടാണ് കണക്കുകൂട്ടിയിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ വന്നിരിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം നല്ല മികച്ചതും സുതാര്യമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി വേറെ മറിച്ചൊന്നും പറയാനായിട്ടൊന്നുമില്ല. നല്ല ബഡ്ജറ്റാണ് വന്നിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിന് നല്ല ഇതാണ്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നു. പാവപ്പെട്ടവർക്ക് ജനക്ഷേമമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ സാധാരണ ചെറുകിട കർഷകർക്ക് കിട്ടിക്കൊള്ളുന്ന 1,60,000 രൂപ വരെയായിരുന്നു. അത് സ്വർണ്ണപ്പണയത്തിലാണെങ്കിലും വായ്പ തരുന്ന 1,60,000 രൂപ വരെയായിരുന്നു. ഈ GL ആയിട്ട് ഗോൾഡ് ലോണായിട്ട് തരുന്നത് 1,60,000 രൂപ വരെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ പ്രൊറഗറ്റീവാണ്. എന്നിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ് കർഷകർക്കുള്ള വായ്പ സ്കീമായിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി ഉയർത്തി എന്നുള്ളത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പക്ഷേ RBIയുടെ ചില ഗൈഡ് ലൈൻസ് കാരണം അതിൻ്റെ പൂർണ്ണ തോതിലുള്ള പ്രയോജനം ഇവിടുത്തെ കർഷകർക്ക് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലുള്ള വിശാല കുട്ടനാട്ടിലെ നെൽ കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിലൊരു പുനർവിചിന്തനം ആവശ്യമാണ്. ആ ഗൈഡ് ലൈൻസിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇളവുകൾ വരുത്തണം. കർഷകർക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി ഉയർത്തിയത് തികച്ചും സ്വാഗതാർഹമാണ്. ചെറുകിട കർഷകരെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ കുട്ടനാട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം ഞങ്ങൾ വളരെ പ്രതീക്ഷ വെച്ചാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ മുൻപുണ്ടായിരുന്ന സ്വാമിനാഥൻ പാക്കേജ് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയിരുന്നു. അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ളത് കുട്ടനാടൻ കർഷകരുടെ ഏറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അതവരുടെ അത്യാവശ്യവുമാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക പാക്കേജ് ഇല്ലാതെ ഈ ലോകത്തിൽ തന്നെ വളരെ അപൂർവമായ ഈ നാട്ടിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കർഷകർ വളരെ പ്രതീക്ഷയോടെയാണ് ആ ബഡ്ജറ്റിനെ കണ്ടിരുന്നത്. അതിനകത്ത് നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. എങ്കിൽ പോലും ഈ വായ്പാ പരിധി ഉയർത്തിയത് സാധാരണക്കാരായ കർഷകർക്ക് പ്രയോജനപ്രദമായ തന്നെ കാര്യമാണ്.